ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഹാരോഡ്സ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ ഹിഗ്സ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് രണ്ടും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആക്ച്വലി ഈ രണ്ട് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസും തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണുള്ളത്. അത് നമുക്ക് വീഡിയോ കണ്ട് അതിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഹാരോഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഇത് 1948 ഹെൻറി ഹാരോഡ് എന്ന എക്കണോമിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ടുവേർഡ്സ് എ ഡൈനാമിക് എക്കണോമിക്സ് എന്ന പുസ്തകത്തിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹെൻറി ഹാരോഡ് ഇൻ ഹിസ് ബുക്ക് ടുവേർഡ്സ് എ ഡൈനാമിക് എക്കണോമിക്സ്. അപ്പം ദിസ് കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആൻഡ് പ്രോഫിറ്റ് റേറ്റ്. ഇപ്പോൾ മനസ്സിലായത് എക്സ്ട്രാ വരുന്ന കാര്യം പ്രോഫിറ്റ് റേറ്റ്. ഈ പ്രോഫിറ്റ് റേറ്റും കൂടെ ഇതിൽ ആഡ് ആവുന്നതുകൊണ്ട് ഇപ്പം കണ്ടംപററി വേൾഡിലൂടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിയറിയാണ് ഇത്. ഏതിനെ അപേക്ഷിച്ച്? ഹിഗ്സ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസിനെ അപേക്ഷിച്ച്. ഇദ്ദേഹം ഇതിൽ പറയുന്നത് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് വൺ വിച്ച് ലീവ്സ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അൺചേഞ്ച്ഡ്. അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് ഇദ്ദേഹം ഇതിൽ പറയുന്നത്. പക്ഷേ അതിലൊരു കണ്ടീഷനുണ്ട്. എങ്ങനെയാണെങ്കിൽ പ്രൊവൈഡഡ് ദാറ്റ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എങ്ങനെയായിരിക്കണം? റേറ്റ് ഓഫ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത്, അതായത് പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ആ ഒരു നിരക്കെന്ന് പറയുന്നത് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റായി നിൽക്കുകയും ഒരേ രീതിയിലുള്ള പ്രോഫിറ്റ് റിസീവ് ചെയ്യുകയും ഈ മറ്റു കാര്യങ്ങൾ, അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അൺചേഞ്ച്ഡ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഹാരോഡ്സിൻ്റെ ന്യൂട്രാലിറ്റിക്ക് രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഹാരോഡ്സ് ന്യൂട്രാലിറ്റി ഓഫ് ടെക്നിക്കൽ പ്രോഗ്രസ് റിക്വയർസ് ദ കൺസിസ്റ്റൻസി ഓഫ് റേറ്റ് ഓഫ് പ്രോഫിറ്റ്. ആണ് മുകളിൽ പറഞ്ഞത്. റേറ്റ് ഓഫ് പ്രോഫിറ്റിൻ്റെ കൺസിസ്റ്റൻസിയും ആൻഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഈ രണ്ട് കാര്യങ്ങളുടെയും കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കണം. അതായത് ഹാരോഡ് ന്യൂട്രാലിറ്റി ഞാൻ വേറൊരു രീതിയിൽ പറയുകയാണ്. അതായത് ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് ഹാരോഡ് ന്യൂട്രൽ ഇഫ് ഇറ്റ് ഈസ് ലേബർ ഓഗ്മെൻറ്റിങ്. ലേബർ ഓഗ്മെൻറ്റിംഗ് എന്ന് വെച്ചാൽ ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്ന രീതിയിലാണെങ്കിലാണ് ഹാരോഡ് ന്യൂട്രാലിറ്റി അവിടെ സാധ്യമാവുന്നത്. ഇതിൻ്റെ വേറൊരു നിർവചനമാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണ്? ഇപ്പോൾ ലേബർ ഓഗ്മെൻറ്റിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഇങ്ങനൊരു അവസ്ഥയിലായിരിക്കണം. റിലേറ്റീവ് ഫാക്ടർ ഷെയർസ് കോൺസ്റ്റൻ്റ് അറ്റ് എനി ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ സ്ഥിരമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എന്തുണ്ടാവണം? ലേബർ ഓഗ്മെൻറ്റിംഗ് ആയി വന്നു കഴിഞ്ഞാൽ അത് ഹാരോഡ് ന്യൂട്രൽ ആകുന്നു. അപ്പം അതിന് ഇക്വേഷനിൽ ഇങ്ങനെ പറയാം. ലേബർ ഓഗ്മെൻറ്റിംഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ് പറയുന്നത്. y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് k, AL. അതിൽ എ എന്ന് പറയുന്നത് ടെക്നിക്കൽ പ്രോഗ്രസിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. അപ്പം K ക്യാപിറ്റൽ, ലേബർ നമുക്കറിയാം. അപ്പോൾ എങ്ങനെ വായിക്കാം? അത് ടെക്നിക്കൽ പ്രോഗ്രസ് ഒക്കേഴ്സ് വെൻ എ റൈസസ് ഓവർ ടൈം. എയുടെ ആ ഒരു ഇൻഡെക്സ്, അതായത് ടെക്നിക്കൽ പ്രോഗ്രസ് കാണിക്കുന്ന ഇൻഡെക്സ് ആയ എ കൂടിക്കഴിഞ്ഞാലാണ് ഇവിടെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുന്നത്. വിത്ത് ലേബർ ബിക്കമിങ് മോർ പ്രൊഡക്റ്റീവ്. അവിടെ ഏത് ഫാക്ടറാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നത്? ലേബറാണ് ഇവിടെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നത് വെൻ ദ ലെവൽ ഓഫ് ടെക്നോളജി ഈസ് ഹയർ. ഓക്കെ, ഇനി നമുക്ക് ലേബർ സേവിങ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പരിശോധിക്കാം. ഇഫ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കണം കേട്ടോ. ആൻഡ് ദ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇൻക്രീസസ്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കൂടുകയും ചെയ്താലാണ് ടെക്നിക്കൽ പ്രോഗ്രസ് സെറ്റ് ടു ബി ലേബർ സേവിങ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, എ ലേബർ സേവിങ് ടെക്നിക് വിൽ റെഡ്യൂസ് ദ ഷെയർ ഓഫ് ലേബർ ഇൻ നാഷണൽ ഔട്ട്പുട്ട്. അതായത് ടെക്നോളജി വർദ്ധിക്കുന്നു, പക്ഷേ ലേബറിൻ്റെ അളവ് അവിടെ കുറയുകയാണ്. കുറച്ച് ആൾക്കാർ മതി. ടെക്നോളജി വർദ്ധിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുകയും കുറച്ച് ആൾക്കാർ ലേബറിനെ സേവ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ ലേബർ ഇൻ നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് ഇൻക്രീസ് ദാറ്റ് ഓഫ് ക്യാപിറ്റൽ വിത്ത് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടി വന്നാലാണ് ലേബർ സേവിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹാരോഡിൻ്റെ ക്യാപിറ്റൽ സേവിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ഒന്ന് പരിശോധിക്കാം. അതായത് ഇഫ് ദ ടെക്നിക്കൽ പ്രോഗ്രസ് ദ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഫോൾസ്. എപ്പോഴാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഫോൾ ആവുന്ന, അത് കുറയുന്ന ഒരവസ്ഥ, പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കുറയുന്ന ഒരവസ്ഥയാണ്, മറ്റേത് കൂടുന്ന അവസ്ഥയാണ്. ഇപ്പം വൈൽ ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. റേറ്റ് ഓഫ് പ്രോഫിറ്റ്, ഇത് രണ്ട് കാര്യത്തിലും റേറ്റ് ഓഫ് പ്രോഫിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. ദ ടെക്നിക്കൽ പ്രോഗ്രസ് വുഡ് ബി ക്യാപിറ്റൽ സേവിങ്. മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇഫ് എ ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് ക്യാപിറ്റൽ സേവിങ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇൻ ഹാരോഡ്സ് ഒപ്പീനിയൻ ദിസ് വിൽ റൈസ് ദ ഷെയർ ഓഫ് ലേബർ ഇൻ ദ നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് റെഡ്യൂസ് ദാറ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതിൽ നേരെ തിരിച്ചാണ് വരുന്നത്. അത് നാഷണൽ ഔട്ട്പുട്ടിൽ ലേബറിൻ്റെ ഷെയർ വർദ്ധിക്കുകയും ക്യാപിറ്റൽ ഷെയർ കുറയുകയും ചെയ്യുന്നു. ഇനി ഒരു ഡയഗ്രം ഉണ്ട്, നമുക്ക് ആ ഡയഗ്രം പരിശോധിക്കാം. അതായത് ഈ ഡയഗ്രത്തിൽ ദ ക്യാപിറ്റൽ പെർ മാൻ, അതായത് ക്യാപിറ്റൽ പെർ മാൻ K എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും പിന്നെ ഔട്ട്പുട്ട് പെർ മാൻ എന്ന് പറയുന്നത് Y ആക്സിസിലുമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. OP ഈസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് ഈ OP ഉണ്ടോ?
ഇങ്ങനെ നോക്കണം കേട്ടോ. ഇതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ടെക്നിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നതിന് മുമ്പുള്ളത് ഒ പി ആണ്. എന്നാൽ ടെക്നിക്കൽ ചേഞ്ച് ഉണ്ടായതിനു ശേഷം ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം, ഒ പി ഡാഷിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ രണ്ട് കർവുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ദ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അറ്റ് ഡി. ആൻഡ് ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ, ഇവിടെ ഒരു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഈ വരുന്ന ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഓൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒ പി ഈസ് OK1/OY1. ഓക്കെ, അതെങ്ങനെ വരും? OK1/OY1. ഇതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നോക്കുക, അറ്റ് പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ഈ പോയിന്റ് ശ്രദ്ധിച്ചോ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ടെക്നിക്കൽ പ്രോഗ്രസ്സിന് ഉണ്ടായതിന് ശേഷമുള്ള പോയിൻ്റാണ്. ഓക്കെ, ഈ എന്ന പോയിന്റിൽ പോയിന്റ് ഇ ഓൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒ പി, അത് ഇതെന്താണ് ഒ പി ഡാഷ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് ആ പോയിന്റ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ അതെന്ന് പറയുന്നത് OK2/OY2 ആണ്. അത് OK2/OY2 ആണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? ഇത് നമുക്ക് ഇതിൽ OL എന്ന് പറയുന്നൊരു റേ ഉണ്ട്, ഉണ്ടോ ഈ റേ. ഓക്കെ, ഈ OL എന്ന് പറയുന്ന റേ ഏതിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്? പാസസ് ത്രൂ ബോത്ത് പോയിൻറ്റ്സ് ഡി ആൻഡ് ഇ. ഈ ഡി എന്ന പോയിന്റിൽ കൂടെയും ഇ എന്ന പോയിന്റിൽ കൂടെയും ഈ റേ കടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോസ് ആർ ഈക്വൽ. അപ്പോൾ ഇതിൽ നിന്ന് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈക്വൽ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? OK1/OY1 ഈസ് ഈക്വൽ ടു OK2/OY2 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അതായത് ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും തുല്യമാണ് എന്ന് കാണിക്കുന്നു. ഓക്കെ, ഇനി ഹാരോഡ്സ് ന്യൂട്രാലിറ്റി ഓൾസോ റിക്വയർസ് ദാറ്റ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് മസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് along with a constant capital output ratio after technical progress. നമുക്ക് എന്താണ് ഹാരോഡ് ന്യൂട്രാലിറ്റിക്ക് എന്തും ആവശ്യമാണ്? ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് മസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഏതിനോടൊപ്പം? എലോങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അപ്പം ഞാൻ നേരത്തെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പം ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോടൊപ്പം റേറ്റ് ഓഫ് പ്രോഫിറ്റും കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നാലേ ഇത് സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. അപ്പം ദിസ് ഇംപ്ലൈസ് ദാറ്റ് the marginal productivity of capital must be same at both points D and E. അതായത് ഈ ഡി എന്ന പോയിന്റിലും ഇ എന്ന പോയിന്റിലും എന്ത് സെയിം ആയിരിക്കണം? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഈ രണ്ട് പോയിന്റിലും ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് വരുന്നത്? ഏതിൽ? ഈ ഒ പി എന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും ഒ പി ഡാഷ് എന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നേരത്തെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞല്ലോ, OK1/OY1 ഈസ് ഈക്വൽ ടു OK2/OY2. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഈ ഡി എന്ന പോയിന്റും ഇ എന്ന പോയിന്റും ഓക്കെ ഈ രണ്ട് പോയിന്റിലും എന്ത് തുല്യമായിട്ട് വരണം? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ തുല്യമായിട്ട് വരണം. അതുമാത്രമല്ല ഇതിന് വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഈ ഡി എന്ന പോയിന്റിലും ഈ ഇ എന്ന പോയിന്റിലും ഓരോ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്, MN എന്നും M'N' എന്നും. ഇത് രണ്ടും പാരലായിട്ട് വരികയും വേണം. ഓക്കെ, ഇത് മറ്റൊരു കണ്ടീഷനാണ്. നമുക്ക് ഈ ചിത്രത്തിൽ ഡയഗ്രത്തിൽ വ്യക്തമാകും ഇത് ഓൾമോസ്റ്റ് പാരലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഹാരോഡ് ന്യൂട്രൽ ടെക്നിക്കൽ ചേഞ്ച് ആസ് ഷോൺ ബൈ ഷിഫ്റ്റിംഗ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ OP ഔട്ട്വേർഡ്സ് OP ഡാഷ്. ഇങ്ങനെ OP യിൽ നിന്നും OP ഡാഷിലേക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു? ദ ഇക്വാളിറ്റി ഓഫ് ദ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഈ ഡി എന്ന പോയിന്റിലും ഇ എന്ന പോയിന്റിലും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയുടെ ഇക്വാളിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ OL എന്ന് പറയുന്ന ആ റേ ഈ രണ്ടിലും ഒരുപോലെ രണ്ട് പോയിന്റ് ഒരുപോലെ പാസ് ചെയ്യുന്നത് കൊണ്ട്. വ്യക്തമായല്ലോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.